തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിയുടെ തിരുനട തുറന്നു. ഇതോടെ 12 ദിവസത്തെ നടതുറപ്പ് ഉത്സവം ആരംഭിച്ചു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ദേവി നാമജപ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് തിരുവൈരാണിക്കുളത്ത് ശ്രീ പാർവതി ദേവിയുടെ തിരുനട തുറന്നത്. പട്ടുടയാട ചാർത്തി സർവാഭരണ വിഭൂഷിതയായ ദേവീ ദർശനത്തിനായി ഭക്തരുടെ വലിയ ഒഴുക്കാണുള്ളത്. നവവധു സങ്കല്പത്തിലുള്ള ഇവിടുത്തെ പാർവതി ദേവി വർഷത്തിൽ 12 ദിവസം മാത്രമേ ദർശനം നൽകുകയുള്ളൂ എന്നതാണ് തിരുവൈരാണിക്കുളത്തെ പ്രത്യേകത. മഹാദേവന് നിത്യപൂജയുണ്ട്. വർണ്ണാഭമായ തിരുവാഭരണ ഘോഷയാത്രയോടെയാണ് നടതുറപ്പ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ദേവിക്ക് പട്ടുടയാടയും ആഭരണങ്ങളും അണിയിച്ച് ദീപാലങ്കാരങ്ങൾ പൂർത്തിയായെന്ന് അറിയിച്ച ഉടനെ നട തുറക്കുന്നതിന് ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളും നടന്നു. ദേവിയുടെ തിരുനടയിൽ വ്രതം നോറ്റ മങ്കമാർ തിരുവാതിര ചുവടുവെച്ച് പൂത്തിരുവാതിര കൊണ്ടാടി. നട തുറപ്പിന്റെ 12 നാളുകളിൽ ശ്രീകോവിൽ രാത്രി തുറന്നിരിക്കും. പുലർച്ചെ ദർശനത്തിന് മുന്നോടിയായി ദേവിയെ ശ്രീകോവിലിലേക്ക് തിരിച്ച് എഴുന്നള്ളിക്കും. ഭക്തരുടെ സുഗമമായ ദർശനത്തിന് വിശാലമായ ക്യൂ ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്തിപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ ദർശനത്തിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നടക്കൽ പറവഴിപാട് നടത്തുന്നതിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അരവണ കൗണ്ടറുകൾ, ദേവിയുടെ പ്രധാന വഴിപാടായ മഞ്ഞൾപ്പറ, മഹാദേവന് എള്ളുപറ മുതലായ പറകൾ നിറയ്ക്കുന്നതിന് നടയിൽ തന്നെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാം നല്ല മംഗളമായിട്ട് തൊഴുതു, ഒരു കുഴപ്പമുണ്ടായില്ല. എല്ലാ വർഷം വരും. ഇനിയും ഇപ്പം വരുന്നത് കൊടുത്തോളവും വന്നു, ഇനി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 4 മണിയായപ്പം പോരുന്നത് അവിടെ കൊല്ലത്തുനിന്ന് ഞങ്ങൾ വരുന്നത്. ഇതിപ്പോൾ മോടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 8 വർഷം കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. നല്ല മാറ്റമുണ്ട്. അമ്മയെ കാണാൻ തന്നെ മനസ്സ് നിറയുന്നു. ഫസ്റ്റ് നടന്ന് കാണണമെന്ന് എല്ലാ വർഷവും ആഗ്രഹമാണ്. അതാണ് ഇന്നലെ വന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ ഭക്തജനങ്ങൾക്ക് അന്നദാനവുമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.